ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റനിങ് ക്രീംസ് ഇല്ലേ, അത് നിർത്തിക്കഴിഞ്ഞ് നമുക്ക് ആ റിസൾട്ട് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ ഈ വൈറ്റനിങ് ക്രീംസ് നമുക്ക് എങ്ങനെ സൈഡ് എഫക്ട്സ് പിന്നെ ഇറിറ്റേഷനോ കാര്യങ്ങളില്ലാതെ എങ്ങനെ സേഫായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം തന്നെ പറയും, ഞാൻ ഒരിക്കലും ഈ വൈറ്റനിങ് ക്രീംസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേ ആൾക്കാർ ഏകദേശം 15 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുട്ടികൾ വരെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കാര്യം ഇത്രയും ക്രീംസ് യൂസ് ചെയ്ത് പണി കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ഒരു 15-16 വയസ്സേ കണ്ട ആളുകളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. ആ കൊച്ച് ഇതുപോലെ F2 എന്നൊരു ക്രീം യൂസ് ചെയ്ത് നല്ല രീതിയിൽ പണി കിട്ടി. ആ കൊച്ചിൻ്റെ സ്കിൻ ബാരിയർ തന്നെ ഡാമേജ് ആയി. അപ്പോൾ ഇങ്ങനത്തെ പിള്ളേർ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ പുറത്തുനിന്ന് ആയിക്കോട്ടെ ആരെങ്കിലും ഇത്തരം ക്രീംസ് യൂസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിവതും എല്ലാം യൂസ് ചെയ്യാതിരിക്കുക. ഇനി യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ളവർ ഞാൻ ഈ പറഞ്ഞ രീതി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിൽ കിടക്കാം. ഈ വൈറ്റനിങ് ക്രീംസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞാൽ സ്റ്റെറോയിഡ് ക്രീംസ്, പിന്നെ ഹൈഡ്രോക്വിനോൺ പ്ലസ് മൊമെൻറ്റസോൺ അടങ്ങിയ സ്റ്റെറോയിഡ് ക്രീംസും, രണ്ടാമത്തെ മെർക്കുറി ലെഡ് അടങ്ങിയ ക്രീംസുമായിട്ടും. അപ്പോൾ ഹൈഡ്രോക്വിനോൺ മൊമെൻറ്റസോൺ അടങ്ങിയ ക്രീംസ് എന്ന് പറഞ്ഞാൽ മെലാക്കെയർ, സ്കിൻ ലൈറ്റ്, നോസ്കാർ പോലത്തെ ക്രീംസൊക്കെ. ഇത്തരം ക്രീംസ് കണ്ടുപിടിച്ചതെന്ന് മെലാസ്മയിലെ കരിമംഗലത്തിൻ്റെ ഏറ്റവും സീവിയർ വെർഷൻ ട്രീറ്റ് ചെയ്യാനാണ് ഇത്തരം ക്രീംസ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പം ഇത് ആൾക്കാർ വ്യാപകമായിട്ട് സ്കിൻ ലൈറ്റനിങ് ക്രീംസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഇതിനകത്തെ കണ്ടന്റ് പറഞ്ഞാൽ ഹൈഡ്രോക്വിനോണാണ്. ഈ ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞാൽ സ്കിൻ ലൈറ്റനിങ് ഏജൻറ്റാണ്. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റുള്ള ക്രീമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രീം നാച്ചുറലായിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ സ്കിന്നിൽ ഇടുമ്പോൾ അവസരത്തൊക്കെ അതാണ് ഈ 5 ദിവസം 6 ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ സ്കിൻ വെളുക്കുന്നത്. കാരണം അത്രയും നമ്മുടെ മെലാനെ ബ്ലോക്ക് ചെയ്യുക. പക്ഷേ ഇത്തരം ക്രീംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഈ ക്രീം യൂസ് ചെയ്യേണ്ട രീതിയാണ്. ഈ ഒരു ക്രീം നമ്മൾ ഒരിക്കലും റോ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ സാധാരണ മദ്യപാനത്തിൻ്റെ കാര്യം പറയത്തില്ലേ, ഇപ്പം ഡ്രൈ ആയിട്ട് അടിക്കുന്നു, വെള്ളം കൂട്ടി അടിക്കുന്നു പറയത്തില്ലേ. ഇപ്പം ഡ്രൈ ആയിട്ട് അടിക്കുമ്പോൾ ആൾക്കാർ പറയും അതിൻ്റെ കൂമ്പ് വാടിപ്പോന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെച്ച് വെള്ളം ഒഴിച്ച് അടിക്കാൻ പറയത്തില്ലേ. അങ്ങനെ വെള്ളം ഒഴിച്ച് അടിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലിവറിന് അത്രയും ടെൻഷൻ കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ വൈറ്റനിങ് ക്രീംസിൻ്റെ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഈ മെലാക്കർ പോലത്തെ ക്രീംസിൻ്റെ കാര്യം, ഇതൊരിക്കലും റോ ആയിട്ട് അപ്ലൈ ചെയ്ത് ഇത് ഏതെങ്കിലും ക്രീമായി ഡൈലൂട്ട് ചെയ്തേ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ടൈപ്പ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്. ഈ 3 സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ ഈ പറഞ്ഞ മെലാക്കെയർ, നോസ്കാർ പോലത്തെ ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രീം മേടിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇയുടെ സ്ട്രിപ്പ് മേടിക്കണം. വൈറ്റമിൻ ഇവിയോൺ ക്യാപ്സൂളിൻ്റെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു ക്യാപ്സൂൾ ഡെയിലി എടുക്കുക. എന്നിട്ട് നിങ്ങൾ കയ്യിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ മെലാക്കെയർ എടുത്തിട്ട് കുഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രെറ്റിനോൺ ക്രീംസൊക്കെ എടുക്കത്തില്ലേ, ഒരു പീ സൈസ് എടുത്ത് ഇതിൻ്റെ കൂടെ ഡൈലൂട്ട് ചെയ്യുക. ഇതിനോട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഇറിറ്റേഷനോ അതുപോലെ ബേണിംഗ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ആവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സേഫസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും. ഈ 2 സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവർ ഇവിയോൻ്റെ കൂടെ ഈ ക്രീം മിക്സ് ചെയ്യരുത്. കാര്യം ഇവിയോന് ഓൾറെഡി ഒരു ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ക്രീം ഇവിയോൻ്റെ കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ ഫേസ് ഓയിലി ആകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പിമ്പിൾസും കാര്യങ്ങളും വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അലോവേറ ജെല്ല്. ഒന്നെങ്കിൽ ഹിമാലയുടെ അലോവേറ ജെല്ല് അല്ലെങ്കിൽ ലീഫ് ആൻഡ് ലീഫിൻ്റെ അലോവേറ ജെല്ല്. ഇതിലേതെങ്കിലും അലോവേറ ജെല്ല് മേടിച്ച് കയ്യിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പീ സൈസ് എമൗണ്ട് നമ്മുടെ ഈ മെലാക്കെയർ മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇതാണ് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി അവർ പൊതുവേ യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി യൂസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ അലോവേറ ജെല്ല് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒന്ന് കാമാകാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പീ സൈസ് എമൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കണ്ടിരുമാനിടരുത്, ലൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 to 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും അലോവേറ ജെൽ അപ്ലൈ ചെയ്യുക. ഇതൊരു സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയും. ഈ ഒരു മെത്തേഡ് വേണം അവർ യൂസ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾക്കൊരു 2 to 3 വീക്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു 1 month ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പിന്നെ ഈ ക്രീം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാഴ്ച 7 ദിവസമാണ് ക്രീം ഇടുന്നെങ്കിൽ അടുത്ത ആഴ്ച 6 ദിവസം, പിന്നെ അടുത്ത ആഴ്ച 5 ദിവസം, പിന്നെ അടുത്ത ആഴ്ച 4 ദിവസം, അങ്ങനെ ഓരോ ആഴ്ചയും ഓരോ ദിവസം കുറച്ച് കൊണ്ട് നിർത്തുക. ഒറ്റയടിക്ക് നിർത്തുക. കാര്യം നമ്മുടെ സ്കിൻ അറിയരുത് നമ്മൾ ഈ ക്രീം നിർത്തുന്ന കാര്യം. കാര്യം ഇത് ഡ്രഗ് പോലെയാണ്. നമ്മൾ ഈ മദ്യപാനികൾക്ക് പെട്ടെന്ന് കൊണ്ട് നമ്മൾ മദ്യപാനം നിർത്തുമ്പോൾ അവർക്ക് ഭയങ്കര സൈഡ് എഫക്ട്സും കാര്യങ്ങളും വരത്തില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവർ കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നല്ലേ നിർത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ഡ്രഗ് അബ്യൂസാണ്. അപ്പോൾ ഇത് നമ്മൾ സഡനായിട്ട് നിർത്തരുത്. നമ്മൾ ഓരോ ആഴ്ചയിൻ്റെ ഡോസേജ് കുറച്ചുകൊണ്ട് നിർത്തുക. നിർത്തിക്കഴിഞ്ഞ് ഒരു 2 ആഴ്ച നിങ്ങൾ ഹീലിംഗ് പീരീഡ് ട്രീറ്റ് ചെയ്യണം. ഹീലിംഗ് പീരീഡ് മീൻസ് ആ ഒരു 2 ആഴ്ച നിങ്ങൾ സൺസ്ക്രീനും രാത്രി ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിയോൺ എന്നൊരു മോയ്സ്ചറൈസർ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അലോവേറ ജെല്ലും വൈറ്റമിൻ ഇ ഇവിയോൺ
ആ ഒരു മോയ്സ്ചറൈസർ മേടിക്കുക. നൈറ്റ് ആ ഒരു മോയ്സ്ചറൈസറും രാവിലെ സൺസ്ക്രീൻ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പുറത്താണെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇത് മാത്രമേ നിങ്ങൾ 2 ആഴ്ച അല്ലെങ്കിൽ പോട്ടെ 3 ആഴ്ച വരെ യൂസ് ചെയ്യാവുള്ളൂ. ഈ 3 ആഴ്ച വേറെ ഒരു ടൈപ്പിലുള്ള സ്ക്രബിങ്, ഫേഷ്യൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുത്. ഈ 2 ക്രീമല്ല വേറെ ഒന്നും യൂസ് ചെയ്യരുത്. ഇങ്ങനെ ഒരു 2 ആഴ്ച നിങ്ങൾ പോവുക. 2 to 3 ആഴ്ച പോട്ടെ, ഒരു 3 ആഴ്ച പോയിക്കോട്ടെ, 3 ആഴ്ച പോവുക. 3 ആഴ്ച പോയി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്കിൻ ലൈറ്റനിങ് ക്രീമിൽ നിങ്ങൾ മാറുക. കാര്യം ആ റിസൾട്ട് 3 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ഡൗൺ ആകാൻ തുടങ്ങും, ബാക്ക് അടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് നമുക്ക് പിടിച്ച് നിർത്തണം. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ആണ് ഏറ്റവും സുപ്പീരിയർ. ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ മെലാഗ്ലോ റിച്ച്, അതല്ലെങ്കിൽ NG ഗ്ലോ ക്രീം എന്ന ക്രീമുണ്ട്, ആ ക്രീം. അതും അല്ലെങ്കിൽ നമ്മുടെ സി ലാബിൻ്റെ വൈറ്റമിൻ C പ്ലസ് കോജിക് ആസിഡ് എന്ന ക്രീമുണ്ട്, ഒരു ബ്ലൂ കളർ ക്രീം. ഇതിൽ 4 ഏതെങ്കിലും ക്രീമിലേക്ക് നിങ്ങൾ മാറുക. എന്നിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുകൊണ്ട് ഈ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, സ്കിപ്പ് ചെയ്തത് കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ പറഞ്ഞല്ലോ, ഷുഗർ കട്ട് ചെയ്യുക, അതുപോലെ ഓയിൽ കണ്ട ഫുഡ് മാക്സിമം കുറയ്ക്കുക. പിന്നെ നിങ്ങൾ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ ഇട്ടാൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്കാർഫ് വെച്ചൊന്ന് മുഖം ഒന്ന് കവർ ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മെർക്കുറി പ്ലസ് ലെഡ് അടങ്ങിയ ക്രീംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈസ, ന്യൂ ഫേസ്, യൂത്ത് ഫേസ്, JR വൈറ്റനിങ് ക്രീം, അങ്ങനത്തെ ക്രീംസ് ഉണ്ടല്ലോ. അത്തരം ക്രീംസ് പറഞ്ഞാൽ 7 ദിവസം കൊണ്ട് വെളുത്തു പാറുമെന്ന് പറഞ്ഞ ക്രീംസ്, അത്തരം ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയാനുള്ളത്. ഇത്തരം ക്രീംസ് നമ്മുടെ ഓവറായിട്ട് സ്കിന്നിനെ ബ്ലീച്ച് ചെയ്യുകയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ബ്ലീച്ച് ചെയ്ത് നമ്മുടെ സ്കിൻ ലെയർ പീൽ ഓഫ് ആയിട്ടാണ് നമുക്കൊരു ആർട്ടിഫിഷ്യൽ വൈറ്റനിങ് കിട്ടുന്നത്. അപ്പം ഇത്തരം ക്രീംസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യരുത്. 3 ദിവസം യൂസ് ചെയ്യുക, 3 ദിവസം യൂസ് ചെയ്യരുത്. ഈ 3 ദിവസം പറഞ്ഞാൽ സ്കിന്നിന് റസ്റ്റിംഗ് പീരീഡാണ്. കാര്യം നമ്മുടെ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഇറിറ്റേഷനും കാര്യങ്ങൾ വരണമെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 3 ദിവസം പറഞ്ഞത്. പറഞ്ഞാൽ 3 ദിവസം ഇടുക, 3 ദിവസം ഇടരുത്. ആ സമയത്ത് സ്കിന്നൊന്ന് ബ്രീത്ത് ചെയ്യാൻ സമയം കൊടുക്കണം, അതിന് പിന്നെ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ദിവസം ഇടും, 3 ദിവസം ഇടത്തില്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ പോണത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 ദിവസം ഇടണം, 4 ദിവസം ഇടരുത്. പിന്നെ അടുത്ത ആഴ്ച 2 ദിവസം ഇടണം, 5 ദിവസം ഇടരുത്. അങ്ങനെ ഓരോ ദിവസം കുറച്ച് കൊണ്ട് നിർത്തണം. മനസ്സിലായോ? ഇത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസം, മറ്റേ ക്രീം ഞാൻ 3 ആഴ്ച പറഞ്ഞെങ്കിൽ ഇത് 1 മാസം നിങ്ങൾ ഹീലിംഗ് പീരീഡ് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ 1 മാസത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് ക്രീമിലേക്ക് മാറേണ്ടതാണ്. കാരണം റിസൾട്ട് നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി അതിന് ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലാംവേദ എന്നൊരു ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്ലാംവേദ അടുത്ത് 2% കോജിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്, ആൽഫാർബേറ്റ് ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. അങ്ങനത്തെ സേഫസ്റ്റായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ള ക്രീമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ NG ഗ്ലോ ക്രീമുണ്ട്, ആ ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊജി ഗ്ലോ ഗോൾഡ് എന്നൊരു ക്രീമുണ്ട്. ഇതിൽ 3 ഏതെങ്കിലും ക്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ക്രീം നിങ്ങൾ നൈറ്റ് അപ്ലൈ. ഇങ്ങനെ പോകണം നമുക്ക് റിസൾട്ട് ഒരു പരിധി വരെ പിടിച്ചെടുത്താൻ പറ്റും. അതോടൊപ്പം വേറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വൈറ്റമിൻ സിയുടെ ലിമൈസ് എന്നൊരു ടാബ്ലറ്റ് ഉണ്ട്, വൈറ്റമിൻ സിയുടെ. അതോടൊപ്പം വൈറ്റമിൻ ഇയുടെ ഇവിയോൺ 400 എന്നൊരു ക്യാപ്സൂളുണ്ട്. ഇത് 2 മെഡിക്കൽ സ്റ്റോർ കിട്ടും. ഇത് 2 വൈറ്റമിൻ സപ്ലിമെൻറ്റാണ്. നമ്മൾ ഈ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ച് നിർത്തിക്കഴിഞ്ഞ് നമ്മൾ ഹീലിംഗ് പീരീഡ് കഴിഞ്ഞ് നമ്മൾ നോർമൽ ക്രീംസിലൊക്കെ മാറുമല്ലോ. ആ ടൈമിൽ നമ്മളെ സ്കിന്നൊന്ന് റിക്കവർ ആകാനും ഒന്ന് സ്കിൻ ബാരിയറൊക്കെ ഒന്ന് റിക്കവർ ആകാനും സ്കിന്നൊന്ന് ഗ്ലോ ആകാനും വേണ്ടി ഈ 2 ടാബ്ലറ്റും ഡെയിലി ഓരോന്നെണ്ണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഡെയിലി ഒരെണ്ണം വെച്ച് ഏതെങ്കിലും മീൽ കഴിയുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത്തരം ക്രീംസ് ഉപയോഗിക്കാൻ നമുക്ക് എന്തായാലും നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പിലുള്ള ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അകമേന്ന് കൂടെ ക്ലിയർ ചെയ്യണമല്ലോ. പുറമേ നിന്നിട്ട് പോരല്ലോ, അകമേന്ന് കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. അപ്പം അത് കഴിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.